മുഖ്യമന്ത്രിയുടെ പരസ്യങ്ങൾക്കായി കോടികൾ ചെലവഴിക്കുന്ന സംസ്ഥാന സർക്കാർ അടിസ്ഥാന ജനവിഭാഗങ്ങളോട് കാണിക്കുന്നത് കടുത്ത അവഗണനയാണ്. നടപ്പ് സാമ്പത്തിക വർഷം സർക്കാർ വെട്ടിക്കുറച്ചതും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട 90 കോടിയോളം രൂപ. കടുംവെട്ട് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ഗുണകരമാകേണ്ട 33 പദ്ധതികളിലാണ്. 8 പദ്ധതികൾക്ക് വകയിരുത്തിയിരുന്ന തുക പൂർണ്ണമായും വെട്ടിക്കുറച്ചെന്നും നിയമസഭയിൽ ഫിഷറീസ് മന്ത്രിയുടെ കുറ്റസമ്മതം നിയമസഭാ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നിർണായകമായ രേഖകൾ തന്നെയാണ് നമ്മളിപ്പോൾ പുറത്ത് വിടുന്നത്. പ്രജിത് മോഹനും ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ അടിസ്ഥാന വിഭാഗത്തോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ അവഗണന എല്ലാ കാലത്തുമുണ്ട്. 2 വർഷം, അതായത് 2 ഭാഗമായിട്ട് തന്നെ സർക്കാർ ഭരിച്ചിട്ട് പോലും ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ അവഗണിക്കുന്ന ഒരു നിലപാട് അത് തുടർന്നുകൊണ്ടേയിരിക്കുക തന്നെയാണ്. പക്ഷേ ഇത് എന്ന് പറയുന്നത് വലിയൊരു കടും വെട്ടായിപ്പോയി. ഈ 8 പദ്ധതികൾക്ക് ഉള്ള വകയിരുത്തിയിരുന്ന തുകയാണ് പൂർണ്ണമായും വെട്ടിക്കുറച്ചത്. അതും നിയമസഭയിൽ ഒരു കുറ്റസമ്മതം തന്നെയാണ് ഫിഷറീസ് മന്ത്രി നടത്തിയിരിക്കുന്നത്. എന്തിനാണ് ഈ അടിസ്ഥാന ജനവിഭാഗത്തോട് ഇത്തരത്തിലുള്ള ഒരു അവഗണന നടത്തുന്നത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. രജനി, സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ടെന്ന് പറയുന്ന പ്രതിവാര ടെലിവിഷൻ ഷോയ്ക്ക് കൂടുതൽ പണം അനുവദിക്കാൻ സാമ്പത്തികമുണ്ട്. വിവിധ വകുപ്പുകളിൽ വാഹനം വാങ്ങാൻ സാമ്പത്തികമുണ്ട്. PSC വർക്കേഴ്സിൻ്റെ PSC അംഗങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും കൂട്ടി നൽകാൻ പണമുണ്ട്. പക്ഷേ ആശാവർക്കർമാർക്ക് നൽകാൻ പണമില്ല. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നൽകാൻ പണമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അതായത് സർക്കാരിൻ്റെ പരസ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്ക് ആവശ്യത്തിന് സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിനുമെല്ലാം സർക്കാരിന് പണമുണ്ട്. അതിന് സർക്കാരിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ തദ്ദേശ മേഖലയിലെ പദ്ധതികൾ മുതൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ മുതൽ ആശാവർക്കർമാരുടെ വേതനം അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ ഇതാ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊന്നും സംസ്ഥാന സർക്കാരിന് പണമില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഇതിലൊരു വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യം തന്നെയാണ് ഈ വാർത്തയുടെ പ്രാധാന്യവും. നിലവിൽ കഴിഞ്ഞ ഇപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷമായ 2024-25 സാമ്പത്തിക വർഷത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി വകയിരുത്തിയത് 331.29 കോടി രൂപയാണ്. എന്നാൽ ഈ സർക്കാർ ഈ പറയുന്ന രീതിയിൽ നേരത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പദ്ധതി നടത്തിപ്പുകൾ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പലതിലും കൈവച്ചിരുന്നു. അങ്ങനെ 50% വരെ വെട്ടിക്കുറച്ച വികസന പദ്ധതികളും ഒക്കെ ഉണ്ട് പല വകുപ്പുകളിലും. ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് വകയിരുത്തിയ 331 കോടിയിൽ നിന്ന് 90 കോടി രൂപയോളമാണ് സർക്കാർ ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചത്. കൃത്യമായി പറയുകയാണെങ്കിൽ 89.54 കോടി രൂപ ഒറ്റയടിക്ക് സർക്കാർ കുറച്ചിരിക്കുന്നു. അങ്ങനെ ആ ബജറ്റ് വിഹിതം 241.75 കോടി രൂപയായി കുറഞ്ഞു. 33 പദ്ധതികളിലാണ് ആകെ സർക്കാർ വെട്ടിക്കുറവ് നടത്തിയിരിക്കുന്നത്. അതിൽ 8 പ്രധാനപ്പെട്ട പദ്ധതികളിൽ പൂർണ്ണമായും സർക്കാർ അതിന് വകയിരുത്തിയിരുന്ന തുക വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. അത് പരമ്പരാഗത യന്ത്രവൽകൃത മത്സ്യയാനങ്ങളുടെ ആധുനികവൽക്കരണം, മണ്ണെണ്ണ എഞ്ചിൻ ഉപയോഗിക്കുന്ന ബോട്ടുകളെ പെട്രോൾ എഞ്ചിനുകളാക്കി മാറ്റുന്നതിൽ സബ്സിഡി നൽകുന്നത് തുടങ്ങിയിട്ടുള്ള വിവിധ പദ്ധതികൾ, അതാണ് 8 പദ്ധതികൾ എന്ന് പറയുന്നത്. 8 പദ്ധതികളും മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള പദ്ധതികൾ തന്നെയാണ്. അതിൽ പൂർണ്ണമായും അതിന് വകയിരുത്തിയിരുന്ന തുക ഒഴിവാക്കി. അതോടൊപ്പം തന്നെ മറ്റ് ബാക്കിയുള്ള പദ്ധതികളിൽ 33 ബാക്കിയുള്ള പദ്ധതികളിലും സമാനമായ രീതിയിലുള്ള വെട്ടിക്കുറവ് നടത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ചില പദ്ധതികൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാനവശേഷി വർധനവിനുമായി 2 പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇതിൽ 60 കോടി രൂപയാണ് 2024-25 ബജറ്റിൽ ആദ്യം വകയിരുത്തിയത്. എന്നാൽ പിന്നീട് ഇത് വെറും 18.7 കോടിയായി സർക്കാർ കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായി വകയിരുത്തിയത് 2 കോടി രൂപയാണ്. അത് പിന്നീട് 75 ലക്ഷമാക്കി കുറച്ചു. മത്സ്യകൃഷി പരിശീലന കേന്ദ്രങ്ങൾക്ക് മത്സ്യവിപണികൾക്കുമായി വകയിരുത്തിയ 2.5 കോടി രൂപ അത് 48 ലക്ഷവുമായി കുറച്ചു. അതായത് ഈ പറയുന്ന 33 പദ്ധതികളും സർക്കാർ ഈ രീതിയിലുള്ള വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ സർക്കാർ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളാണോ വെട്ടിക്കുറയ്ക്കേണ്ടത്, അതോ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയാണോ വെട്ടിക്കുറക്കേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തന്നെ ലക്ഷങ്ങൾ ശമ്പളമുള്ള ഈ പറയുന്ന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവർക്ക് കൂടുതൽ ശമ്പളം നൽകാനാണോ സർക്കാർ തയ്യാറാകേണ്ടത്, അതോ മത്സ്യത്തൊഴിലാളി മേഖലയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണം അനുവദിക്കുന്നതാണോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിലാണ് സർക്കാരിൻ്റെ ഒരു നയം ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ഇപ്പോഴും സമാനമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ കൈവെക്കുമ്പോൾ ഇഷ്ടക്കാർക്ക് കൂടുതൽ പണം അനുവദിക്കുന്നു. കാരണം ആരാണ് പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ ധനപ്രതിസന്ധി ഉണ്ട് എന്നുള്ളൊരു കാര്യം? മന്ത്രിമാർക്ക് ഇഷ്ടം പോലെ പണം സഞ്ചരിക്കാൻ, വിദേശയാത്ര നടത്തുവാൻ അങ്ങനെ കൊടുക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രിയുടെ പരസ്യങ്ങൾക്കായിട്ട് കോടികളൊക്കെ തന്നെ ചെലവഴിക്കുന്നു. അതിനിടയിലും ഈ പാവങ്ങൾക്ക് എപ്പോഴും പട്ടിണി മാത്രമേ ഉള്ളൂ. അതാണ് ഈ അടിസ്ഥാന വർഗത്തിന് പോലും സർക്കാർ കാണിക്കുന്ന ഈ ഒരു ഭിന്നത എന്ന് പറയുന്നത്. അതിലിപ്പോൾ
മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയാണ് ഇങ്ങനെ ഒരു അതിക്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വലിയൊരു കടും വെട്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. സാമ്പത്തിക വർഷം സർക്കാർ വെട്ടിക്കുറച്ചത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട 90 കോടിയോളം രൂപയാണ്. വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പ്രജിത് മോഹനൻ.